നമസ്കാരം. നമുക്ക് ഒരുപക്ഷെ ഏറ്റവും അധികം ഇനി ഭാവിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഇപ്പം നമ്മുടെ ഈ ഒരു വിഷയം തന്നെ ഭാവി കേരളം അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ചാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഊർജ്ജവും ഊർജ്ജ സുരക്ഷയും. കാരണം ഇനി അടുത്ത എല്ലാ വികസനത്തിൻ്റെയും ഈ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഊർജ്ജവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കൊരു നിമിഷം പോലും നമ്മുടെ ഈ എന്താ പറയുക പ്രാണവായു പോലെ പ്രധാനപ്പെട്ടതാണ് ഊർജ്ജ സുരക്ഷ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ KS ശബരീനാഥൻ. അദ്ദേഹം ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ആദ്യം. അതിനുശേഷം പിന്നീട് MBA കഴിഞ്ഞു, ലോ ഡിഗ്രി എടുത്തു. അതിനുശേഷം ഒരു വലിയ ഫേമിൽ വർക്ക് ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ വന്നത്. ഇപ്പോൾ 2 പ്രാവശ്യം MLA ആയി. നിങ്ങൾക്കറിയാവുന്നതുപോലെ കാർത്തികേയൻ സാറിൻ്റെ മകനാണ്. രാഷ്ട്രീയം രക്തത്തിലുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ UDF പാർലമെൻ്ററി പാർട്ടി ലീഡറാണ് ശ്രീ KS ശബരീനാഥൻ. അതുപോലെ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിലെ ഹരികുമാർ സാറ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ എനർജി മാനേജ്മെൻറ്റിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. പുതിയ ഇന്ധനങ്ങളെക്കുറിച്ച് വളരെയധികം കൗതുകത്തോടെ പരീക്ഷണങ്ങൾ തുടരുന്ന ആൾ കൂടിയാണ്. എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഊർജ്ജ സുരക്ഷയ്ക്ക് വളരെയധികം സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഇരുവരെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യം ശബരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബജറ്റായിരുന്നു. അപ്പോൾ കോർപ്പറേഷൻ്റെ ബജറ്റ് കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ ഒരു 25-30 വർഷം മുമ്പിൽ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഈ ഒരു ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ. ഇപ്പോൾ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ധാരാളം ബസ്സുകൾ നമ്മുടെ ഈ നഗരത്തിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അത് കേന്ദ്ര പദ്ധതി കൂടിയാണ്. അതുപോലെ എല്ലാ മന്ദിരങ്ങളുടെയും മുകളിൽ ഈ പറഞ്ഞതുപോലെ സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുള്ള പദ്ധതി ഉണ്ട്. പലതരത്തിലുള്ള പദ്ധതികൾ ഇപ്പോൾ ഈ നഗര കേന്ദ്രീകൃതമായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഈ ഒരു അതിൽ തുടങ്ങിയിട്ട് അവിടെ മാത്രം ഒതുക്കണ്ട, കേരളത്തിൻ്റെ ഊർജ്ജ സുരക്ഷയിലേക്ക് പോകാം. ശബരിയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇല്ല, ആദ്യമേ തന്നെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച മനോരമയെ അഭിനന്ദിക്കുകയാണ്. ഇയർ ബുക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ഓർമ്മയിലുള്ളൊരു ഫസ്റ്റ് റീകോളാണ് മനോരമ ഇയർ ബുക്ക്. അപ്പോൾ ഇപ്പോഴും ഇയർ ബുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഓൺലൈൻ കാലത്തും പോകുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. റെഫറൻസായിട്ട് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇയർ ബുക്ക്, ഇത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ ആസ്പദമാക്കി വിവിധ മേഖലകളിൽ നടത്തുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു നഗരത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ ഒക്കെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എനർജിയാണ്. കാരണം ഒരു നഗരം വളരണമെങ്കിൽ, നാട് മുന്നോട്ട് പോകണമെങ്കിൽ, അത് പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയലായിട്ടും മറ്റുമൊക്കെ കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ടിരിക്കുന്നത് എനർജി യൂസും എന്നുള്ള ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പരമ്പരാഗതമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രോ പ്രോജക്റ്റുകളടക്കമുള്ള ഒരു പരമ്പരാഗത സംവിധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ റിന്യൂവബിളിലേക്ക് കണക്കുകൾ കുറവാണെങ്കിലും മാറുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. എൻ്റെ അഭിപ്രായത്തിൽ ഊർജ്ജത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വായിച്ചതെന്ന് മനസ്സിലാക്കിയതും 3-4 കാര്യങ്ങൾ. ഒന്ന്, വളരെ റിലയബിളായിട്ടുള്ള, അഫോർഡബിളായിട്ടുള്ള, അതേപോലെ ക്ലീനായിട്ടുള്ള എനർജിയിലേക്ക് നമ്മൾ പോകുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. എന്ന് മാത്രമല്ല, ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പാരീസ് കോൺക്ലേവും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ വന്നതിന് ശേഷം ഈ ക്ലീൻ എനർജി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കേരളം ഗോയിങ് ഫോർവേഡ്, നമ്മുടെ 2030 ടാർഗറ്റ്സും സർക്കാർ പറയുന്നതിലുമൊക്കെ ക്ലീൻ എനർജി, സസ്റ്റൈനബിൾ എനർജിയൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് വരികയാണ്. പക്ഷേ നിലവിലത്തെ അവസ്ഥയിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഞാൻ പൊളിറ്റിക്സ് പറയുകയല്ല, നമ്മളൊരു കാര്യത്തിലും സെൽഫ് റിലയൻ്റ് അല്ല. നമ്മളൊരു കൺസ്യൂമർ സംസ്ഥാനമാണെന്നുള്ളത് എല്ലായിടത്തും പറയുന്നതാണ്. കേരളത്തിലൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, നമ്മളെല്ലാം ഉപഭോക്തൃ GST വരെ കൂടുന്നതിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട്. ഈ എനർജിയുടെ കാര്യത്തിലും കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. വി ആർ എ കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റി എന്നുള്ളതാണ്. നമ്മുടെ എനർജിയുടെ ഒരു ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ 70% പ്രൈവറ്റ് ഡൊമസ്റ്റിക് കൺസംഷനാണ്. ഒരു 30% മാത്രമാണ് ഇൻഡസ്ട്രിയൽ കൺസംഷന് പോകുന്നത്. നമ്മൾ തമിഴ്നാട്, കർണാടകത്തിലേക്ക് പോകുമ്പോഴാണെങ്കിൽ കൂടുതൽ എനർജി യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ കമ്പനികളും ഇൻഡസ്ട്രീസുമാണ്. അപ്പോൾ കേരളത്തിൽ ഇൻഡസ്ട്രീസ് കുറവായതുകൊണ്ട് 70% ഡൊമസ്റ്റിക് കൺസംഷനാണ്. ഇതിൻ്റെ പ്രശ്നം വരുന്നത്, ഞാൻ എന്തുകൊണ്ട് നമ്മുടെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണെന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മുടെ KSEBയുടെ ഭൂരിഭാഗം ചിലവും കറണ്ട് വാങ്ങിക്കുന്നതിലാണ്.
നമ്മൾ നെറ്റ് റവന്യൂവും നമ്മുടെ എക്സ്പെൻഡിച്ചറും നോക്കുകയാണെങ്കിൽ ഒരു 22,000 കോടി രൂപ വരുമാനവും ചിലവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. 20-നും 25-നും ഇടയ്ക്കാണ്. 25,000 crores നമ്മുടെ റവന്യൂവും എക്സ്പെൻഡിച്ചറും നോക്കുമ്പോൾ അതിൻ്റെ ഒരു 60% പോകുന്നത് ഏകദേശം 10-12,000 കോടി രൂപ KSEB ചിലവാക്കുന്നത് കറണ്ട് വാങ്ങിക്കാനാണ്. നമ്മൾ ഫസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് കേരളത്തിൽ, അത് നേരത്തെ പറയുന്ന ഹൈഡ്രോ പ്രോജക്റ്റുകളാവാം, ഇനി വിൻഡാകാം, റിന്യൂവബിൾ ആകാം, നമ്മൾ എന്തുകൊണ്ട് സെൽഫ് സസ്റ്റൈനബിൾ ആകുന്നില്ല എന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം. നമ്മളീ പറയുന്ന വലിയ 100 GW പ്ലാനൊക്കെ വരുമ്പോൾ വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ എളുപ്പമാണ്, കോസ്റ്റ്ലിയാണ്. അതിൻ്റെ കരാറുകളുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ആദ്യത്തെ പോയിന്റ്, എൻ്റെ സാറൊരു പൊളിറ്റീഷ്യനല്ലാത്ത അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ലോട്ട് ഓഫ് തിങ്സ് ടു സേ. പണ്ടുള്ള പവർ അഗ്രിമെൻറ്റും ഇപ്പോഴുള്ള അഗ്രിമെൻറ്റും ഒക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ നമ്മൾ കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ഒരു വർഷം ഒരു 10-13,000 കോടി രൂപ നമ്മൾ പവർ വാങ്ങിക്കാൻ വേണ്ടി മാത്രം ചിലവാക്കുകയാണ്. അത് നമ്മൾ സീരിയസ് ആയി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ ആദ്യം ഇവിടെ പറയുകയാണ്. ആ ഒരു വിഷയം നമ്മൾ ഊർജ്ജ സുരക്ഷയിലേക്ക് പോകുമ്പോൾ അത് എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയും നാളെ പറയുന്ന സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ധാന്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സസ്റ്റൈനബിൾ ആയിരിക്കണം, നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടണം, നെല്ലിന് ഉൽപ്പാദനം കൂട്ടണം എന്ന് പറയുന്നത് പോലെ തന്നെ വൈദ്യുതിയുടെ കാര്യത്തിലും നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ കൂട്ടുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ഈ കടമെടുത്ത് പോകുന്ന പോലെ കടത്തിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ വീണ്ടും ഡിമാൻഡ് കൂടുകയാണ്. മലയാളികളുടെ പീക്ക് സമയം, പ്രത്യേകിച്ച് ഈ പുതിയ മൊബൈൽ യുഗത്ത്, പണ്ടൊക്കെ പീക്ക് സമയം 9-10 മണി വരെയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ആരും 10 മണിക്ക് കിടക്കുന്നില്ലല്ലേ. ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ കിടക്കുന്ന 2 മണിക്ക് 3 മണിക്കോ. ഇപ്പോൾ പഴയ ആ സമയം മാറി. ഇപ്പം നമ്മുടെ പീക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 10-11 മണിയും കഴിഞ്ഞ് നമ്മൾ ഈ ഫോണിൽ സ്ക്രോൾ ചെയ്ത് സംസാരിച്ചും കോൾ ചെയ്തും വീഡിയോ കോളും ഒക്കെ ചെയ്ത് ഇവ രാത്രി 2 മണി വരെയും 3 മണി വരെയൊക്കെ അത്യാവശ്യം പീക്കിൽ ഓടുകയാണ്. അപ്പോൾ ഇതൊക്കെ മാറുന്നതനുസരിച്ച് വി ഹാവ് ടു എൻഷ്യോർ ദാറ്റ് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള നമ്മുടെ സെൽഫ് സഫിഷ്യൻ്റ് ഇൻ എനർജി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ ബോർഡ് എത്തണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ആദ്യം ഞാൻ എത്തുന്നത്. ജനറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഒരല്പം രാഷ്ട്രീയം ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയും, അതല്ലേ നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ഭക്ഷ്യസുരക്ഷ പോലെ തന്നെയാണ് ഊർജ്ജ സുരക്ഷ, അതുപോലെ സ്വയം പര്യാപ്തത. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം പരമാവധി നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഒരു 20 മില്യൺ യൂണിറ്റ് വരെയൊക്കെ പരമാവധി ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യാറില്ല, സേവ് ചെയ്തിട്ട് പിന്നീട് വേനൽക്കാലത്തേക്ക് മാറ്റുകയാണ്. ബാക്കി ഇപ്പം ചില മാസങ്ങളിലൊക്കെ 110 മില്യൺ യൂണിറ്റ് വരെ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ശബരി പറഞ്ഞതുപോലെ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും. കേരളത്തിന് എത്ര നാൾ ഇങ്ങനെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി മുന്നോട്ട് പോകാനാകും? ഇപ്പോൾ 70% വെളിയിൽ നിന്നാണ് വൈദ്യുതി നമ്മൾ കൊണ്ടുവരുന്നത്. 100% നമ്മൾ ആവശ്യമുള്ള എണ്ണ വെളിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ഉള്ളിൽ ഉൽപ്പാദനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ നമ്മളൊരു എൻവയൺമെൻറ്റൽ കോൺഷ്യസ്നെസ്സും ന്യൂക്ലിയർ എനർജിയെക്കുറിച്ച് നമ്മളൊരു 35 കൊല്ലം മുമ്പ് വേണ്ടാന്ന് വെച്ചു. ഇന്ന് ന്യൂക്ലിയറിനെ കുറിച്ച് പറയാനേ പേടിയാണ്. ഞാൻ ഒരു ചെറിയ കവിയേറ്റ് എടുത്തിട്ടാണ് ഞാൻ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോലും നമ്മുടെ സമൂഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സ്മോൾ മോഡുലർ റിയാക്ടർ എന്നെക്കുറിച്ച് ഇപ്പം പറയുന്നുണ്ട്. NTPC കായംകുളത്ത് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അവർക്കും വെളിയിൽ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയുടെ ഒരു വ്യൂ പോയിൻ്റ് അങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഇതിനോട് കൂട്ടി നമ്മളുടെ ആവശ്യം എത്രയാണെന്ന് പറയുമ്പോൾ പലപ്പോഴും പല മീറ്റിങ്ങും കാണുന്ന കേരളത്തിൽ 3000 മെഗാവാട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. 3000 അല്ല. കാരണം എന്ന് വെച്ചാൽ 70% വെളിയിൽ നിന്ന് കൊണ്ടുവരിക. അപ്പം വെളിയിൽ നമ്മൾ 7000 മെഗാവാട്ട് പവർ പ്ലാന്റും അകത്ത് 3000 മെഗാവാട്ട് പവർ പ്ലാന്റും കൂടെ ചേർന്നിട്ട് 10000 മെഗാവാട്ടാണ് ഇന്ന് നമ്മളെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് ആവശ്യമുള്ള കപ്പാസിറ്റി. ഇനി വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് പോകുന്നു, 2050 പോകുന്നു എന്നൊക്കെ ടാർഗറ്റുണ്ട്. ഈ കാർബൺ ന്യൂട്രാലിറ്റിയിലേക്കൊക്കെ പോകുന്നതിനുള്ള ഒരു ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കൽക്കരി ഭാഗ്യത്തിന് ഉപയോഗിക്കുന്നില്ല, എണ്ണ വൈദ്യുതിയാക്കി മാറ്റുക. എണ്ണയിൽ നിന്ന് കിട്ടുന്ന സർവീസ് വൈദ്യുതിയിൽ നിന്ന് കിട്ടുക. അങ്ങനെയാണ് ഇലക്ട്രിക് വെഹിക്കിൾ. ഈ ഇലക്ട്രിസിറ്റിയെ ഗ്രീൻ എനർജി ആക്കുക. അപ്പോൾ ഒന്നുകിൽ അകത്ത് ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ പുറമേ നിന്ന് വാങ്ങണം. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ 20,000 കോടി രൂപയാണ്, അല്ലെങ്കിൽ 22,000 കോടി രൂപയാണ് KSEBയുടെ ഇന്നത്തെ ടേൺ ഓവർ. അതേസമയം ഇതിൻ്റെ 3 ഇരട്ടി ടേൺ ഓവറായിട്ടാണ് നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. കാരണം KSEB പോലെ ഒരു വലിയൊരു ഓർഗനൈസേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വെച്ചിട്ടല്ല ഇത് എണ്ണ വിതരണം ഇവിടെ നടക്കുന്നത്. 60,000 കോടി രൂപയുടെ എണ്ണയാണ് ഒരു വർഷം കേരളത്തിൽ ചിലവാകുന്നത്. അപ്പോൾ ഈ 60,000 കോടി രൂപയുടെ എണ്ണ ചിലവാകുന്നതിൽ പകുതിയും പോകുന്നത് ട്രാൻസ്പോർട്ടിലാണ്.
ഇപ്പോൾ നമ്മളെ ആവശ്യം എന്ന് പറയുന്നത് ഈ പകുതി 30,000 കോടി എണ്ണയെ ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു KSEB കൂടെ വേണം. ഒരു KSEB കൂടെ ഒരു കേസ് കൂടുതലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 10,000 മെഗാവാട്ടിൽ നിന്ന് നമ്മൾ സമീപ ഭാവിയിൽ 20,000 മെഗാവാട്ടിലേക്ക് പോയാലേ നമ്മളെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ട ഇലക്ട്രിസിറ്റി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും വളരെ വലുതാണ് നമ്മളുടെ ഊർജ ആവശ്യം. അത് നേടണമെന്നുണ്ടെങ്കിൽ ഈ സുരക്ഷയുടെ കാര്യം പറയുന്നത് പോലെ നമ്മൾ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരും. ഇപ്പോൾ ഈ 2018 നമ്മൾ കാണുന്ന ഈ പ്രളയത്തിന് ശേഷം നമ്മൾ ഈ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് 24 നിലയിലുള്ള ബിൽഡിങ്ങിൽ ഞങ്ങളെ പവർ സെക്രട്ടറി നേരത്തെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആലുവയിൽ പെരിയാറിൻ്റെ തീരത്ത് ഒരു സ്ഥലം വാങ്ങിച്ചു പോയി. പ്രളയം വന്നപ്പോഴത്തേക്ക് 24 നില കയറി ഇറങ്ങേണ്ടി വരുന്നു. ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് സ്വിച്ച് ഓഫ് ചെയ്യും, പിന്നെ ഇത് പോകും. അടുത്ത DG സെറ്റ് കൊണ്ട് വച്ചിരിക്കുന്ന ഏറ്റവും അടിയിലത്തെ നിലയിലാണ്. DG സെറ്റിൽ ഡീസൽ ജനറേറ്റർ സെറ്റും ഓഫാവും. അപ്പോൾ നമ്മൾ അതിന് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം മാത്രമേ ഹോസ്പിറ്റൽ ചെയ്യാനായിട്ടുള്ള ഡീസൽ ജനറേറ്റേഴ്സ് അതിനകത്തുള്ളൂ. നമ്മളെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 3 ദിവസത്തിനകം ഇരുട്ടിലാകും. അപ്പോൾ നമ്മൾ ഇനി വേണ്ടത് ഊർജ്ജ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററെങ്കിലും ഒരു 3 ദിവസമോ 4 ദിവസമോ സ്വന്തം നിലയിൽ ഓടിക്കാൻ തക്കകൊണ്ടുള്ള മൈക്രോ ഗ്രിഡ് അർബൺ മൈക്രോ ഗ്രിഡിനെ കുറിച്ചും കൂടി നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. അവിടെ ഇന്ന് അതിനുള്ള സാങ്കേതികവിദ്യ വന്നിട്ടുണ്ട്, ബാറ്ററി എനർജി സ്റ്റോറേജൊക്കെ വന്നിട്ടുണ്ട്. ബാറ്ററി എനർജി സ്റ്റോറേജൊക്കെ വച്ച് ഒരു നമ്മളവിടെ മെഡിക്കൽ കോളേജ് കോംപ്ലക്സ് ആണെങ്കിൽ അവിടെ അതിന് തക്കവണ്ണമുള്ള നിർത്തി KSEB ഗ്രിഡ് ഫെയിലായി കഴിഞ്ഞാൽ പോലും, കാരണം നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന വൈദ്യുതി ഫെയിലായെന്ന് മാത്രമല്ല നമ്മളുടെ ക്ലൈമറ്റ് റെസിലിയൻസിൻ്റെ ഭാഗമായിട്ട് അതും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു സിറ്റുവേഷനുണ്ട്. അപ്പം ഊർജ്ജ ബാസ്ക്കറ്റിൽ സോളാറ്, വിൻഡിനുള്ള സാധ്യത വളരെ കുറവാണ്. ഹൈഡ്രോ ഒരു കൺസെൻസസ് ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് ലാർജ് ഹൈഡ്രോ ഒരു പരിധിവരെ ആലോചിക്കാൻ സാധിക്കും. പംപ്ഡ് ഹൈഡ്രോയ്ക്ക് കേരളത്തിൽ ഒരു 4,000 മെഗാവാട്ടിൻ്റെ പൊട്ടൻഷ്യലുണ്ട്. അവിടെയും ഒരു കൺസെൻസസ് വേണം. എങ്കിൽ അതിനകത്ത് കാരണം കുറച്ച് എൻവയൺമെൻറ്റൽ ഫ്രജൈലായിട്ടുള്ള സോൺസിൽ നമ്മൾ കൈവയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരിസ്ഥിതിക്ക് ഇണങ്ങിയ രീതിയിൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഇടുക്കിയുടെ ഒരു പമ്പ് സ്റ്റോറേജ് പ്രോജക്റ്റ് ഇടുക്കിയിൽ ആലോചിക്കുകയാണ് KSEB. അത് ഏത് ഘട്ടത്തിലായിരുന്നു സാർ? ഇല്ല, ഇതിപ്പം ജസ്റ്റ് തുടങ്ങിയുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ ഒരു വലിയ വിഷമം എന്ന് പറയുന്നത് 2016-18 കാലഘട്ടത്തിൽ ഞാൻ അനർട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. അന്ന് 2016 1 മെഗാവാട്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഗ്രിഡ് കണക്റ്റഡ് സോളാർ സിസ്റ്റം. ഇന്ന് 2000 മെഗാവാട്ടായി. അപ്പോൾ നമ്മൾ അന്ന് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിനോട് ചേർന്ന് നമ്മൾ മനോരമയായിട്ട് ചേർന്നിട്ട് തന്നെ പല പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് ഒരു എക്കോസിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇത് ഒരു 1500-2000 മെഗാവാട്ടിലേക്ക് കോവിഡ് വന്നു. അതിലൊരു 2-3 കൊല്ലം പോയി, ഇല്ലെങ്കിൽ ഒരു 5-6 കൊല്ലം കൊണ്ട് പോകുമെന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് 2018 പംപ്ഡ് ഹൈഡ്രോയ്ക്ക് വേണ്ടി ഞങ്ങളൊരു ഇൻ്റർനാഷണൽ വർക്ക്ഷോപ്പ് നടത്തി. പക്ഷേ 2018 നമ്മൾ പംപ്ഡ് ഹൈഡ്രോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഇത് കേൾക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഏറ്റവും ആളില്ലാതായിപ്പോയി. അപ്പോൾ ഇതുവരെ അത് ഷെൽഫിലായിരുന്നു. ഇപ്പോൾ സർക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു പംപ്ഡ് ഹൈഡ്രോ പോളിസി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പംപ്ഡ് ഹൈഡ്രോ പോളിസി വന്നു കഴിഞ്ഞാൽ 8 കൊല്ലം എടുക്കും. ഇത് ജസ്റ്റേഷൻ പീരീഡ് ഈസ് ടു ലോങ്. ബാറ്ററി എനർജി സ്റ്റോറേജ് ഇന്ന് നമ്മൾ തീരുമാനിച്ച 6 മാസം കൊണ്ട് ചെയ്യാം. അതിൻ്റെ വില നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ പ്രോഗ്രാമുകളും വളരെ നമ്മൾ ഗിയർ മാറ്റി ഫാസ്റ്റ് പേസിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഒരു ഊർജ്ജ സുരക്ഷ വിത്തിൻ ദ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശബരിയുടെ ഈ നിയമസഭാ പ്രസംഗത്തിൽ കൂടുതലും ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഞാൻ ആദ്യത്തെ പ്രസംഗം തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ ഇതിലെല്ലാം ഒരു കൺസെൻസസ് വേണം, ഒരു സമവായം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പോൾ അതിരപ്പള്ളി പദ്ധതി എവിടെ എത്തിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ രാഷ്ട്രീയ നേതൃത്വം നമ്മൾ മറ്റു പല പദ്ധതികൾക്കും കാണിക്കുന്ന ഒരു ഉണ്ട്. പാർപ്പിടം, മറ്റ് ഈ പറഞ്ഞ പോലെ പൊതുവിതരണം, മറ്റു ഒരുപാട് പദ്ധതികളുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്. പക്ഷേ ഈ ഊർജ്ജ സുരക്ഷയ്ക്ക് എത്രത്തോളം ഈ ഭരണ നേതൃത്വം അല്ലെങ്കിൽ പൊതുവിൽ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഈ രാഷ്ട്രീയ നേതൃത്വം എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? അതുകൊണ്ടല്ലേ നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്. അതിലെന്തൊരു ഏത് രീതിയിലുള്ളൊരു മാറ്റമാണ് ശബരി നിർദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഗിരീഷേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ഒരു കുറച്ചുകൂടെ പൊളിറ്റിക്കൽ ബാക്കിംഗ് ഊർജ്ജ വകുപ്പിന് വേണമെന്ന് പറയുന്ന ഒരാൾ. അത് കേവലം KSEB ഒരു കമ്പനി ആയതുകൊണ്ട് ഈവൻ ഒരു മിനിസ്റ്റീരിയൽ ബാക്കിംഗ്, ഞാനിപ്പോൾ ആരെയും ചെറുതോ വലുതായിട്ട് കാണുകയല്ല, അതൊരു മെയിനായിട്ടുള്ള ഒരു പാർട്ടി എടുക്കേണ്ട ഒരു വകുപ്പ് തന്നെയാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ.
അതിൻ്റെ പല ന്യൂനതകളും. കാരണം പൊളിറ്റിക്കലി ഒരു ബില്ല് കിട്ടണമെങ്കിൽ അത് മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിനെ കൈകാര്യം ചെയ്യണം. കാരണം ഭാവിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അത് ഫിനാൻഷ്യലാണെങ്കിലും സോഷ്യലാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പെന്ന് പറഞ്ഞത് വൈദ്യുതി തന്നെയാണ്. ഇതിൽ കൺസെൻസസ് വേണ്ട. ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ യൂണിയനുകൾക്കും ജീവനക്കാർക്കും വലിയ സ്റ്റേക്കുള്ള ഒരു വകുപ്പാണ് KSRTC പോലെ തന്നെ യൂണിയനും വലിയ സ്റ്റേക്കുള്ള പല പോളിസി ഡിസിഷൻസും അവിടെ എടുക്കുന്നത് യൂണിയൻസാണ്. ഇപ്പോൾ എനിക്കറിയാം പല വിഷയങ്ങളിലുമൊക്കെ സ്മാർട്ട് മീറ്റർ അടക്കം വന്നപ്പോൾ യൂണിയൻ എടുത്ത തീരുമാനങ്ങളാണ് അത് പ്രിവെയിൽ ചെയ്തത്. പക്ഷെ ചില കാര്യങ്ങളിൽ ചില ചിന്തകൾ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ KSEBയെ പ്രൈവറ്റൈസ് ചെയ്യണമെന്ന് പറയുന്ന ഒരാളല്ല. പക്ഷേ എന്തുകൊണ്ട് പ്രൈവറ്റൈസ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ചില പോസിറ്റീവ് കാര്യങ്ങൾ എടുക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ബോംബെ വർക്ക് ചെയ്തു, ടാറ്റ വർക്ക് ചെയ്തപ്പോഴത്തേക്കും ടാറ്റ പവർ ഉണ്ട്, BSES ഉണ്ട്, റിലയൻസ് പവർ ഉണ്ട്. ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയുന്നത് ഇപ്പോൾ ക്ലിയറായിട്ട് നമ്മുടെ പ്ലാനിങ് നീതി ആയോഗും നമ്മുടെ ഇതിലൊക്കെ പറയുന്നുണ്ട് പ്രൈവറ്റൈസ് ചെയ്യുന്നതിനുള്ള പോയിൻ്റ് ഉണ്ട്. പ്രൈവറ്റൈസ് ചെയ്യേണ്ട. ഇപ്പോൾ തമിഴ്നാട് ചെയ്തത്, തമിഴ്നാട് നമ്മുടെ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് 3 ഫോക്കസ് വേണം. ജനറേഷനാകട്ടെ, ട്രാൻസ്മിഷനാകട്ടെ, ഡിസ്ട്രിബ്യൂഷനാകട്ടെ. കേരളത്തിലെല്ലാം KSEBയുടെ കീഴിൽ 3 ബിസിനസ് യൂണിറ്റായിട്ടാണ്. പക്ഷെ അതിന് പകരം എന്നോട് ചോദിക്കുകയാണെങ്കിൽ KSEBയെ പബ്ലിക് സെക്ടറിലുള്ള ഒരു ഹോൾഡിംഗ് കമ്പനി പോലെ ആക്കിയിട്ട് അതിന് കീഴിൽ ഈ ജനറേഷനുള്ള ഒരു പബ്ലിക് കമ്പനി ലിസ്റ്റ് ചെയ്യേണ്ട. ആ പബ്ലിക് കമ്പനിയുടെ 90% ഓണർഷിപ്പും ഈ പറഞ്ഞ KSEBയ്ക്കാവട്ടെ, ബാക്കി 10% ഗവൺമെൻറ്റിൻ്റെ മറ്റ് എൻറ്റിറ്റീസ് വരട്ടെ. 3 ഒരു ഹോൾഡിംഗ് കമ്പനിയായി KSEBയെ വെച്ച് അതിന് കീഴിൽ ജനറേഷനുള്ള ഒരു ഹോൾഡിംഗ് കമ്പനിയും ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു ഹോൾഡിംഗ് കമ്പനിയും ട്രാൻസ്മിഷനുള്ള ഒരു ഹോൾഡിംഗ് കമ്പനിയും വെച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ 3 കമ്പനിക്കും 3 CEO-മാരായിട്ട് 3 IAS ഉദ്യോഗസ്ഥരെയും കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥ മെക്കാനിസവും, അതേപോലെ റിന്യൂവബിൾ അടക്കം ഈ പറയുന്ന EMC അടക്കം അനൗട്ട് അടക്കമുള്ള സംവിധാനത്തിനെ ഒരു 4ാമത്തെ യൂണിറ്റാക്കി ഈ കോർപ്പറേറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന സെൻസിബിലിറ്റീസ് കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ചെറിയ പാരലൽ പറയാം. KSRTC ഇന്ന് ലാഭം ഉണ്ടാക്കുന്നു പറയുന്നതിന് ഒരു കാരണം KSRTC സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റും KSRTC തമ്മിൽ ഒരു ബന്ധവുമില്ല. സ്വിഫ്റ്റ് 100% ഒരു കമ്പനി പോലെ ഓടുകയാണ്. അസറ്റ് ലൈറ്റ് ആയിട്ടുള്ളൊരു കമ്പനി പോലെ സ്വിഫ്റ്റ് ഓടുകയാണ്. അതിൽ ഈ പറയപ്പെടുന്ന മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അധികം രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വലിയ റോളൊന്നുമില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ സ്വിഫ്റ്റ് ഈ പറഞ്ഞ ഒരു കോർപ്പറേറ്റ് എഫിഷ്യൻസിയുള്ള ഗവൺമെൻറ്റിന് കീഴിലുള്ള സംവിധാനമായിട്ട് അത് സൈലൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും അറിയുന്നില്ല. KSRTC ഗുണമുണ്ടത് കാരണം അവരുടെ പൈസ ഇപ്പോൾ KSRTCക്കും പച്ചപിടിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ KSEBയ്ക്ക് ഈ 3 കമ്പനീസാക്കി 3 കമ്പനീസിന് ടാർഗറ്റ്സ് കൊടുത്ത്, കാരണം ജനറേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡാമിൽ പോകാനൊന്നും ആളില്ല. ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും 3 വിഭാഗങ്ങളാണ്. ജനറേഷൻകാരുടെ ജോലി എന്ന് വെച്ചാൽ ജനറേറ്റ് ചെയ്യുക, ട്രാൻസ്മിഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സായിട്ടും കസ്റ്റമർ ഇൻ്റർഫേസിംഗ് ആണ്. അപ്പോൾ അത് ഈ പറഞ്ഞ KSEB എന്ന് പറഞ്ഞ ഒരു പബ്ലിക് സെക്ടറിലുള്ള ഒരു സംവിധാനത്തിന് കീഴിൽ 3 കമ്പനികളാക്കി അതിൽ ഈ പറഞ്ഞ IAS ഉദ്യോഗസ്ഥരടക്കം വലിയ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഒരു ഹാൻഡ്സ് ഓഫ് അപ്രോച്ചിൽ, അത് നിങ്ങൾ തമിഴ്നാട് ഉദാഹരണം നോക്കൂ, നിങ്ങൾ ബംഗാളിൻ്റെ ഉദാഹരണം നോക്കൂ, അവർ ചില ടിങ്കറിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാൽക്കട്ടയിൽ പോയപ്പം അതിൻ്റെ ഹെഡ് നമ്മുടെ PB സലീമാണ്. അപ്പം അദ്ദേഹം എന്നോട് പറയുമായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ബംഗാൾ പോലുള്ള സ്ഥലത്ത് അവർ ചില ടിങ്കറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഒരു സ്ട്രക്ചറൽ സംവിധാനത്തിൽ നിന്ന് മാറാനുള്ള ഒരു ഓപ്പൺനെസ് പൊളിറ്റീഷ്യൻസ് കാണിക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് KSEBയുടെ കാര്യത്തിലുമുണ്ട്, KSRTCയുടെ കാര്യത്തിലുമുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ കാര്യത്തിലുമുണ്ട്. ഈ സ്വന്തം അനുഭവം കൂടി അറിഞ്ഞാൽ കൊള്ളാം. ഇപ്പോൾ ബോംബെയിലുണ്ടായിരുന്ന സമയത്ത് ബോംബെയിൽ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ഇൻഡസ്ട്രീസ്. നമ്മൾ പറയുന്നതിൻ്റെ കേരളത്തിൻ്റെ എത്രയോ മടങ്ങാണ് അവിടെ അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഈ പവർ മീറ്റ് ചെയ്യുന്നതെങ്ങനെ? ഇപ്പോൾ എൻറോൺ എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് സ്ഥാപനം, റിലയൻസിനുണ്ട്, ടാറ്റ പവറുണ്ട്. അവിടെ എങ്ങനെയാണ് ഈ പവർ മീറ്റ് ചെയ്യുന്നത്? അവിടെ പവർ ഡിമാൻഡ് എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? ശബരിയുടെ പേഴ്സണൽ അനുഭവം. ജനറേഷൻ്റെ അറിയില്ല, അവർക്ക് അതിനുള്ള ഓപ്ഷൻസ് പിന്നെ തെർമലും ബാക്കി ന്യൂക്ലിയറും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ആസ് എ കസ്റ്റമർ, ഞാനിപ്പോൾ ഒരു ആസ് എ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ ടാറ്റ പവറാണ്, അതിനപ്പുറത്തോട്ട് പിന്നെ എനിക്ക് തോന്നുന്നു റിലയൻസ് ആണ്. ആൻഡ് പീപ്പിൾ ഹാഡ് ദ ഓപ്ഷൻ ടു സ്വിച്ച് ബിറ്റ്വീൻ ടാറ്റ ആൻഡ് റിലയൻസ്. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, നമ്മൾ ഈ കടയപ്പം വാങ്ങിക്കുന്ന പോലെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം വേണമെന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷേ അതുകൊണ്ടൊരു ഗുണം എന്തായിരുന്നു, വളരെ കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് വാട്ടർ അതോറിറ്റി ഉദാഹരണം പറഞ്ഞത്? ഞാനിപ്പോൾ കൗൺസിലറായിട്ടിരിക്കുകയാണ്. ഇന്നലെ വലിയ സമരം നടന്ന് മനോരമയൊക്കെ ഒന്ന് കവർ ചെയ്തതാണ്. ഇവിടെ 1916 എന്നൊരു നമ്പറുണ്ട് വാട്ടർ അതോറിറ്റിയുടെ. നാട്ടുകാർ ഈ കഴിഞ്ഞ 2 ദിവസം അരുവിക്കരയിലെ ട്രാൻസ്ഫോമറിൻ്റെ പ്രശ്നം വന്നുകൊണ്ട് തിരുവനന്തപുരത്ത് 15-20 വാർഡ് വെള്ളമില്ല. സർക്കാർ പറഞ്ഞ് നമ്പർ കൊടുത്തു, ആ നമ്പർ എടുക്കാൻ ആളില്ല. അതിനുള്ള എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള എഫിഷ്യൻസീസ് കൊണ്ടുവന്നാൽ നാളെ ഈ പറഞ്ഞ KICB ആയാലും വാട്ടർ അതോറിറ്റി ആയാലും ഒരു ഹോൾഡിംഗ് കമ്പനി കീഴിൽ 100% പബ്ലിക്കായിട്ടുള്ള കമ്പനിയായി ഇതിനെ അറ്റ് ഹാൻഡ്സ് ഓഫ് വെച്ചിട്ട് അവർ തമ്മിലുള്ള കരാറുകൾ വെച്ചാൽ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവും. അത് വരാതെ ഈ പഴയ പോക്കിൽ പോയിട്ട് അത് കാര്യമില്ലാതെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അതിനുള്ളൊരു പൊളിറ്റിക്കൽ വിൽ നമുക്കും യൂണിയനും എല്ലാവർക്കും ഒരുമിച്ച് ഉണ്ടാക്കണം എന്നുള്ളൊരു പ്രശ്നം. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ വാട്ടർ അതോറിറ്റി പോലെയോ അല്ലെങ്കിൽ ഇത് ജനങ്ങളുടെ ഈ കൺമുന്നിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കുന്നത് കൊണ്ട് ജനങ്ങൾക്കും ഇത് മനസ്സിലാവുന്നില്ല. പക്ഷേ ഐ തിങ്ക് ഒരു സ്ട്രക്ചറൽ റിഫോം നിർബന്ധമായും KSBക്ക് ആവശ്യമാണ്. നമുക്ക് തമിഴ്നാടിൻ്റെ മോഡൽ തന്നെ പഠിക്കാമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ, വിത്ത് മൈ ലിമിറ്റഡ് നോളജ്. സാറിന് ഒരു പക്ഷേ ബാക്കി പറയാൻ പറ്റില്ല. സാറിൻ്റെ ചോദിക്കാനുള്ള ഇപ്പോൾ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ അതിരപ്പള്ളിയെ പറ്റി നമുക്ക് മിണ്ടാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ന്യൂക്ലിയർ എനർജി എങ്ങനെയാണ്, ഈ കുടംകുളം പദ്ധതിയുടെ ലൈൻ വലിക്കാൻ തന്നെ എന്തുമാത്രം പാടുപെട്ടു എന്ന് നമുക്കറിയാം. അപ്പം പിന്നെ നമുക്ക് ഈ ഫോസിൽ ഫ്യൂൽസിന് മുന്നോട്ട് പോകാനും കഴിയില്ല. എന്താണൊരു ബദൽ? അപ്പോൾ നമുക്കിപ്പോൾ ഈ പറയുന്നത് പോലെ പുരപ്പുറ സോളാർ പദ്ധതി ഒരു പരിധിവരെ പോവാം. ബദൽ ഇന്ധനം ഈ ഹൈഡ്രജൻ, അങ്ങ് അതിൽ പരീക്ഷണം നടത്തിയ ഒരാൾ കൂടിയാണ്. ബദൽ ഇന്ധനങ്ങൾ നമുക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും, ന്യൂക്ലിയറും ഹൈഡ്രോയും നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നെ ബദൽ എന്ന് പറയുന്നത് സോളാറാണ് ആദ്യം മുന്നിൽ വരുന്നത്. ഇന്ന് സോളാറിൻ്റെ കോസ്റ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, ബാറ്ററി സ്റ്റോറേജിൻ്റെ കോസ്റ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പുരപ്പുറ സോളാർ തന്നെയാണ് ഒരു ഓപ്ഷൻ. ഇപ്പോൾ 1 കോടി കസ്റ്റമേഴ്സ് ഉള്ളതിൽ ഹാർഡ്ലി 2 lakhs കസ്റ്റമേഴ്സ്, 2 ലക്ഷം ആൾക്കാർ മാത്രമേ വച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ 2 ലക്ഷത്തിൽ നിന്ന് നമ്മൾ 2000 മെഗാവാട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 20 ലക്ഷം പേര് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഇപ്പോൾ ഈ 2000 മെഗാവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 കോടി രൂപയാണ് ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ ഒരു 6-7 കൊല്ലം കൊണ്ടുള്ള വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. 15,000 കോടി രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണാത്തത് കൊണ്ട് നമുക്കതിൻ്റെ വലിപ്പം അറിഞ്ഞുകൂടാ. 2 കൊച്ചിൻ മെട്രോയുടെ ഇതായിട്ടുണ്ട്. മറ്റേ കൊച്ചിൻ മെട്രോ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാം, ഇത് പല വീടുകളുടെയും മുകളിലിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. ഫ്ലോട്ടിംഗ് സോളാർ കേരളത്തിൽ വലിയൊരു സാധ്യതയാണ്. നമുക്ക് ഒരുപാട് ജലാശയങ്ങളുള്ളതുകൊണ്ട് ഫ്ലോട്ടിംഗ് സോളാർ വിത്ത് ബാറ്ററി. നമ്മൾ ബാണാസുരയിൽ പരീക്ഷിച്ചിരുന്നില്ല? ബാണാസുര സാഗറിൽ പരീക്ഷിച്ചു, ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ പരീക്ഷിച്ചു. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ 2ാമത്തെ ഏറ്റവും ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് നമ്മൾ NTPC കായംകുളത്ത് 90 മെഗാവാട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലോട്ടിംഗ് സോളാർ നമ്മൾ ജലാശയങ്ങളുടെ മുകളിൽ ഒരു ജലാശയങ്ങളുടെ ഒരു 10-15% സ്പേസ് നമ്മളിതിന് ഉപയോഗിച്ചാൽ തന്നെ മറ്റ് വലിയ എൻവയൺമെൻറ്റൽ കോട്ടങ്ങളൊന്നും ഇല്ലാതെ അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിർബന്ധമായിട്ട് വേണം. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച മാതിരി നമ്മൾ ഇന്നത്തെ പീക്കിൽ, കാരണം സോളാറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സൂര്യൻ ഉള്ള സമയത്തേ കിട്ടുള്ളൂ. അപ്പോൾ 6 മണി കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമ്മൾ പീക്ക് ലോഡ് പണ്ട് 6 മുതൽ 10 എന്ന് പറഞ്ഞത് ഇപ്പം 11-12 മണി വരെ പീക്ക് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂളിംഗ് ഡിമാൻഡ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഇത് ഹോസ്പിറ്റൽസും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലും ഒക്കെ ഉള്ള കേരളം എന്നുള്ളത് കൂളിംഗ് ഡിമാൻഡ് വളരെയധികം കൂടും. ഇപ്പോൾ ഇവിടെ കൂളിംഗ് ഡിമാൻഡ് ഈ ഹോട്ടലിൽ കൂടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത വേറൊരു കാര്യം, ഈ എയർ കണ്ടീഷണർ അന്തരീക്ഷത്തിൽ താപം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്തരീക്ഷ താപം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂളിംഗ് ഡിമാൻഡ് വല്ലാണ്ട് കൂടുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ പിന്നെ ഈ വിൻഡ് എനർജിക്ക് ഇപ്പം നമ്മളെ സാധ്യത ഒന്ന് വിൻഡ് ഷാഡോ റീജിയനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലാണ് അതിന് കൂടുതലും. നമ്മളെ ഇവിടെ നിന്ന് പാസിൽ കൂടി പോയി തമിഴ്നാടിനാണ് കിട്ടുന്നത്. പക്ഷേ രാമക്കൽമേട് പോലെയുള്ള സ്ഥലങ്ങളിൽ അത് ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ പറയുന്ന സംഗതികൾ നമ്മൾ നയം എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്ത് 4-5 കൊല്ലം കഴിഞ്ഞിട്ടൊരു നയം കൊണ്ടുവരുമ്പോൾ ഇന്നത്തെ പരിസ്ഥിതി അന്ന് മാറിക്കഴിഞ്ഞു. കാരണം എനർജി ലാൻഡ്സ്കേപ്പ് ഈസ് ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്യാണ്. ബിസിനസ് മോഡൽസും മാനേജ്മെൻറ്റ് രീതികളും ടെക്നോളജിയും ഒക്കെ ഫാസ്റ്റായിട്ട് ചെയ്യും. അപ്പോൾ എത്രത്തോളം ഫാസ്റ്റായിട്ട് നമുക്ക് ഈ നയം കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ, അപ്പോൾ നമ്മൾ ഈ സിലബസ് എൻജിനീയറിംഗ് സിലബസ് പോലെയാണ്. ഇന്ന് ചർച്ച ചെയ്ത് 5 കൊല്ലം കഴിയുമ്പോൾ ഇന്ന് ചർച്ച ചെയ്ത ടെക്നോളജി മാറിക്കഴിഞ്ഞു.
അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വിൻഡ് എനർജിയിൽ ചെറിയ സിസ്റ്റംസ് ഇന്നിപ്പം കിട്ടാനായിട്ടില്ല. പക്ഷെ ചെറിയ സിസ്റ്റംസ് ലാർജ് മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവരാനായിട്ട് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഡ് എനർജിയും ചെറിയൊരു ഓപ്ഷനായിട്ട് നമുക്ക് വരാം. ഇപ്പോൾ ലാർജ് സ്കെയിൽ സോളാർ പ്ലസ് ബാറ്ററി സ്റ്റോറേജ് ആണ് മറ്റേത് രണ്ടും നമുക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ബാക്കി നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങാനേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ 70 വെളിയിൽ നിന്ന് 70% വെളിയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഈ രീതിയിൽ ഡെവലപ്മെൻറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് സോഴ്സിനെക്കുറിച്ച് ന്യൂക്ലിയറിനെക്കുറിച്ചോ ഹൈഡ്രോയെക്കുറിച്ചോ പമ്പ്ഡ് ഹൈഡ്രോയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 70 എന്ന് പറയുന്നത് കൂടാനേ ഇനി സാധ്യതയുള്ളൂ. കാരണം നമ്മളെ ആവശ്യം അത്രത്തോളം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും ഓരോ വർഷവും. നമ്മൾ പുതിയ സ്ഥാപനങ്ങളൊക്കെ വരുന്നതനുസരിച്ച് ഇത് കൂടുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതിയ സർക്കാരിൻ്റെ ഒരു വാദം പവർ കട്ടില്ലാത്ത കേരളം എന്നായിരുന്നു. ആദ്യത്തെ 5 വർഷം പവർ കട്ടൊന്നുമില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ചില ഇടുക്കിയിലൊക്കെ പണി നടന്നപ്പം ഒരു അരമണിക്കൂറൊക്കെ വന്നു. അപ്പോൾ പക്ഷേ നമ്മളിത് കൂടുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ കറണ്ട് ചാർജ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടല്ലേ ശരി? അല്ല, കറണ്ട് ചാർജ് കൂടുതലാണെന്നുള്ള പോയിന്റിൽ സംശയമില്ല. ഞാൻ ഈ പവർ കട്ടിൻ്റെ കാര്യം പറയുമ്പം സത്യം പറഞ്ഞാൽ ഞാനത് പൊളിറ്റിക്സ് കളർത്തണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒരു സത്യാവസ്ഥ പലപ്പോഴും കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഈ പവർ കട്ട് ഇല്ലാതിരിക്കുന്നതിൻ്റെയും നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെടേണ്ട ഒരു മനുഷ്യൻ പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ മുഹമ്മദ് സാറാണ്. കാരണം അദ്ദേഹമുള്ള സമയത്ത് ആ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്ത് നമ്മളെടുത്ത ചില ലോങ് ടേം അഗ്രിമെൻറ്റ്സിലുണ്ട്. 10 വർഷം 20 വർഷത്തിൻ്റെ. ഇത് ആര്യാടൻജി തന്നെ അദ്ദേഹം പിന്നെ നിയമസഭയിൽ ഇല്ലായിരുന്നു. 18-ലെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് നടക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഈ ഡീറ്റെയിൽസ് എനിക്ക് തന്നതാണ്. ഞാനത് ഫുൾ പഠിച്ച ഒരാളാണ്. സത്യം പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ലോങ് ടേം പവർ പർച്ചേസ് അഗ്രിമെൻറ്റ്സിൽ ഏകദേശം 4.29 പൈസയായിരുന്നു ഒരു യൂണിറ്റുള്ള ആവറേജ് അതുണ്ടായിരുന്നത്. അതിനെ നമ്മൾ ഡീസ്റ്റെബിലൈസ് ചെയ്ത് കൂടുതൽ ഇക്കണോമിക്കലാക്കാമെന്ന് പറഞ്ഞ് ഏകദേശം ഇന്നത്തെ നമ്മൾ ആവറേജ് യൂണിറ്റിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഏകദേശം 6 to 6.5 to 7 to 8 ആണ്. അപ്പം ഫിനാൻഷ്യലി ഞാൻ ഈ പറഞ്ഞ നമ്മൾ പവർ വാങ്ങിക്കുന്നതിൻ്റെ ഈ 13,000 കോടി രൂപ അന്ന് ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ സമയത്തുള്ള അഗ്രിമെൻ്റ് ആയിരുന്നെങ്കിൽ നമുക്കൊരു 5,000 കോടി രൂപ അതിൽ സേവ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന, നിരന്തരം പല സമരങ്ങൾക്കും ഞാൻ പോയിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് എടുത്തിട്ടുള്ള അഗ്രിമെൻറ്റുകളെ പിന്നെ ചേഞ്ച് ചെയ്ത് ചില കമ്പനികൾക്ക് അനുകൂലമായി ചെയ്ത് ന്യൂ ഷോർട്ട് ടേം അഗ്രിമെൻറ്റ്സ് ഉണ്ടാക്കിയതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ബാധ്യതയാണ് നമ്മളൊന്ന് ഇവിടെ നേരിടുന്നത്. പിന്നെ പവർ കട്ട് ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ പറഞ്ഞ അഗ്രിമെൻറ്റുകളും ഈ പറഞ്ഞ കാര്യങ്ങളുമാണ്. അന്നത് പല ആളുകൾ റിപ്പോർട്ട് ചെയ്തൊരു വിഷയം കൂടിയാണ്. അപ്പോൾ എനിക്ക് പറയാൻ വന്നത് പവർ കട്ടില്ലാത്ത കേരളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അന്നുണ്ടാക്കിയതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വീണ്ടും ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ 70% കൺസ്യൂമേഴ്സ് ഉള്ള കേരളത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഒരു സൈഡിൽ കേരളത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കൂടുതൽ ഇൻഡസ്ട്രീസ് വരണം, കൂടുതൽ സ്ഥാപനങ്ങൾ വരണം, കൂടുതൽ ഹോട്ടൽസ് വരണം. തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ അടുത്ത 3 വർഷത്തിനുള്ളിൽ 8 പുതിയ 5-star ഹോട്ടൽസ് വരികയാണ്. 3-4 വലിയ ഹോസ്പിറ്റൽസ് വരികയാണ്. ഇപ്പം തന്നെ ഇഷ്ടംപോലെ കമ്പനികൾ ടെക്നോ പാർക്ക് വരികയാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ കൺസംഷൻ ഈ പറഞ്ഞ് ഇപ്പോൾ 20-30% ഇത് കൂടി ഒരു 40-50% ആവുമ്പോൾ അതിനുള്ള പവർ നമുക്ക് വേണം. ഇപ്പോഴത്തെ ഒരു ബിസിനസ് ആസ് യൂഷ്വലായിട്ട് പോവുകയാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ലോഡ് ഷെഡിങ് അടക്കം വരേണ്ടി വരും. അത് മാറ്റണമെങ്കിൽ പിന്നെ വേറെ ചെയ്യേണ്ട ഒരു കാര്യം ഒരു സ്വിഫ്റ്റായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്. KSEBയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതൊരു പേടിയാണ് എല്ലാവർക്കും. കാരണം പണ്ട് അഗ്രിമെൻ്റൊക്കെ ഒപ്പിട്ട ആൾക്കാരൊക്കെ എല്ലാ അഗ്രിമെൻ്റ് എല്ലാം അറിയാമല്ലോ, അതിൻ്റെ കേസുകളും ബഹളങ്ങളും കാര്യം. ഇപ്പോൾ ഞാൻ 2 ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ പള്ളിവാസൽ എക്സ്റ്റൻഷൻ ഒരു 20 മെഗാവാട്ടിൻ്റെ അത് കഴിഞ്ഞ് ഇപ്പോൾ ചെയ്ത് തൊപ്പിയാറാന്ന് തോന്നുന്നു ഒരു പ്രൊജക്റ്റ്. അതൊരു 2013-14-15 എന്തോ അഗ്രി ആയ പ്രോജക്റ്റുകളാണ്. അതിപ്പോഴാണ് പൂർത്തിയാവുന്നത് അല്ലേ. അറൗണ്ട് 10 years എടുത്തു നമ്മൾ പള്ളിവാസൽ എക്സ്റ്റൻഷനും തൊപ്പിയാറും. അതേപോലെ മനസ്സിലാക്കുന്നത് ഭൂതാൻ കെട്ടിലൊരു 20 മെഗാവാട്ടിൻ്റെ എന്തോ ഒരു ഇതുണ്ട്. അതിതുവരെ അപ്രൂവൽ ആയിട്ടില്ല. സാറ് പറഞ്ഞ ആ സ്റ്റോറേജ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ബാറ്ററി സ്റ്റോറേജ്. ഈ രാവിലെ സോളാർ ചാർജ് ചെയ്യുന്നതിനെയൊക്കെ പിന്നെ വൈകിട്ട് ഉപയോഗിക്കുമ്പോൾ ബാറ്ററി സ്റ്റോറേജ് ഏറ്റവും അടിയന്തരമായിട്ട് ആവശ്യമുള്ളതാണ്. നമുക്ക് PPP മോഡലിലോ അല്ലാതെ ഒരു 100-300 മെഗാവാട്ടെങ്കിലും ചെയ്യാനുള്ളത് അതൊരു നോ ബ്രെയിനറാണ്. പക്ഷെ അതിലൊക്കെ നമ്മൾ പ്രോജക്റ്റ് പറയുന്നുണ്ടെങ്കിലും അത് KSEB ഒരു ഫേം ഹാൻഡിൽ ആ തീരുമാനമെടുത്ത് ആ പ്രൊക്യൂർമെൻ്റൊക്കെ നടക്കാത്തത് കൊണ്ട് വലിയ
നമുക്ക് ഒരിക്കലും സാറ് പറഞ്ഞതാണ് കറക്റ്റാണ്. സെക്കൻഡുകൾ തീരുമാനങ്ങൾ മാറുമ്പോൾ 10-15 വർഷം പ്രോജക്റ്റുകളുടെ ബേസിക് പ്രോജക്റ്റുകൾ അപ്രൂവ് ചെയ്യാൻ എടുക്കുന്നത് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. നമ്മൾ ബിസിനസ് കൂടുമ്പോൾ ഈ പറഞ്ഞ തീരുമാനങ്ങൾ നമ്മൾ കൂട്ടിയില്ലെങ്കിൽ പിന്നെ അവസാനം കൺസ്യൂമേഴ്സിന് ലോഡ് ഷെഡിങ് ഫലമായിരിക്കും, ഇൻഡസ്ട്രീസ് ഇറക്കാൻ വരത്തില്ല എന്നുള്ള അവസ്ഥയും. അതുകൊണ്ട് എന്തായാലും ഒരു ക്വിക്കർ ഡിസിഷൻ മേക്കിംഗ് മറ്റു പലയിടത്തും ഉള്ളത് ഈ KSEB ഈ ഒരു ആളുകളുടെ നോട്ടത്തിൽ നിന്ന് ഒത്തിരി മാറി നിൽക്കുന്നത് കൊണ്ട് അത് അങ്ങനെ അതിൻ്റെ ഒരു ഒതുക്കത്തിരിക്കുന്നൊരു ഇതാണ്. അതിനെ കൂടുതൽ ഈശ്വര എൻ്റർപ്രൈസിങ് ആക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. റിന്യൂവബിൾ അടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ വന്ന് ജനകീയമായിട്ട് കൂടുതൽ അതിനകത്ത് എൻകറേജ്മെൻറ്റ് വേണം. ഇപ്പോൾ സോളാർ തന്നെ പുറപ്പുറം സോളാർ ഡാമിൽ വെക്കുന്നതാവട്ടെ, ഇത്രയും ഡാമുകളും വാട്ടർ ബോഡീസ് ഉള്ളതാണ്. നമ്മൾ പറഞ്ഞൊരു ഉദാഹരണം സാറ് പറഞ്ഞ നമ്മുടെ ബാണാസുര സാഗറിലെയും പിന്നെ ഇപ്പോൾ പറഞ്ഞൊരു പ്രോജക്റ്റുമാണ്. അപ്പോൾ എത്രയോ അടുത്ത് പരീക്ഷിക്കാവുന്നതാണ്. എത്രയോ വലിയ ഡാമുകൾ എത്രയോ തിരുവനന്തപുരത്ത് തന്നെ. സാർ അതിൻ്റെ ഒരു ലോകത്തൊരു സിനാറിയോ എങ്ങനെയാണ് സാർ നിരീക്ഷിക്കുന്നത്? ഇപ്പം ചെർണോബിൽ ദുരന്തം ഉണ്ടായതിനു ശേഷം ഈ സെക്യൂരിറ്റിയും വലിയൊരു ഘടകമാണ്. ചെർണോബിൽ ദുരന്തം ഉണ്ടായതിനു ശേഷം പിന്നെ ഈ ആണവ റിയാക്ടറുകളുടെ സുരക്ഷയെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു. ഇപ്പോൾ ഈ APJ അബ്ദുൽ കലാം തന്നെ കൂടംകുളത്ത് വന്ന് പരീക്ഷിച്ചത് ഒരു അപകടവും ഇല്ലെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ ശേഷമാണ് ആ സമരം പോലും അവസാനിച്ച് പിന്നീട് വൈദ്യുതി വന്നു തുടങ്ങിയത്. അപ്പോൾ എത്രത്തോളം നമുക്ക് ഈ ന്യൂക്ലിയർ റിയാക്ടറുകളെ ആശ്രയിക്കാൻ പറ്റും? പിന്നെ അത് മാത്രമല്ല, ഈ സാറ് നേരത്തെ ഹൈഡ്രജൻ്റെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു, സാർ അത് ആഡ് ചെയ്തില്ല. അപ്പോൾ അതും ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ലോകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനാറിയോ? ലോകത്ത് ഈ പറയുന്ന ചൈന അടക്കമുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അവർ മീറ്റ് ചെയ്യുന്നത്? നമുക്ക് കിട്ടിയ ഒരു നമുക്ക് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ കിട്ടുന്ന വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചൈനയുടെ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ഒരു 10-20 കൊല്ലത്തോളം ചൈനയുമായിട്ട് പിന്നിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ GDP ആയിട്ട് നോക്കുമ്പോൾ പോപ്പുലേഷൻ ഓൾമോസ്റ്റ് സെയിം, പക്ഷേ GDP ആയിട്ട് നോക്കുമ്പോൾ 10-20 കൊല്ലം. അപ്പോൾ നമ്മൾ 20 കൊല്ലം മുമ്പ് ചൈനയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചൈന ഈ നേടിയെടുത്ത വികസനം മുഴുക്കുകയും കോൾ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് കൊണ്ടാണ്. അപ്പോൾ വളരെ വലിയ തോതിൽ വിഷവാതകം കാർബൺ ഡൈ ഓക്സൈഡ് കോളും ആയിട്ട് കത്തിച്ച് ആണ് ഇവർ ഈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ ഗ്രീൻ ഒരു എക്കോണമിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ ആ കംപ്ലീറ്റ് മുകളിൽ പോയിരുന്ന കംപ്ലീറ്റ് ടേൺ എടുത്ത് വരണം. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ലേറ്റായി വന്നു അതുകൊണ്ട് ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ചൈന 25 കൊല്ലം മുമ്പ് ഒരു ഇലക്ട്രിക് വാഹനം പോലും റോഡിലില്ലായിരുന്നു. ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഇന്ന് എത്രയോ ഇലക്ട്രിക് വാഹനങ്ങളാണ് നമ്മൾ റോഡിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട്. നമ്മളുടെ ഈ പറയുന്ന വലിയൊരു മാസീവ് ഡെവലപ്മെൻറ്റ് ഫേസിലേക്ക് പോകുന്നത് ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 51% ആയി ഗ്രീൻ എനർജി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 51%. 41% ഉള്ളൂ ഫോസിൽ ഫ്യൂവലിൻ്റെ. പക്ഷേ ഊർജ്ജം അതിന് ഉപയോഗിക്കുന്ന ഊർജ്ജം വെച്ച് നോക്കുമ്പോഴത്തേക്ക് 28% ഗ്രീനിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി ഇപ്പോഴും ഫോസിൽ ഇന്ധനത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഈ US-ലും യൂറോപ്പിലും ഒക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. അവരെല്ലാം ഡെവലപ്പ് ചെയ്തത് ഈ ഫോസിൽ ഫ്യൂവൽ ഇന്ധനത്തിൻ്റെ ബേസിൽ നിന്നാണ്. എന്നിട്ട് ഇപ്പം അവർ നമ്മളെ തിരിഞ്ഞു നിന്ന് പ്രീച്ച് ചെയ്യാണ് ചെയ്യുന്നത്, നിങ്ങളത് ചെയ്യാൻ പാടില്ല, നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ ടെക്നോളജി ഡെവലപ്മെൻറ്റ് കൊണ്ടും സ്കെയിൽ കൊണ്ടും ഇപ്പോൾ അക്ഷയ ഊർജ്ജത്തിൻ്റെ ചിലവ് കുറഞ്ഞതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബേസിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഹൈഡ്രജൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ നമ്മൾ ഓരോ കൺവേർഷൻ നടത്തുമ്പോഴും എഫിഷ്യൻസി ലോസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ വെള്ളത്തിനെ ആണ് വിശ്ലേഷിച്ച് ഹൈഡ്രജൻ ആക്കുന്നത്. ഈ ഹൈഡ്രജൻ ആക്കിയിട്ട് അതിനെ ഫ്യൂവൽ സെല്ലിൽ കയറ്റി വീണ്ടും സംയോജിപ്പിക്കുന്നു. വെള്ളമായിട്ട് ടെയിൽ പൈപ്പിൽ കൂടെ വരും, ഇലക്ട്രിസിറ്റിയുമായിട്ട് വരും. അപ്പോൾ ഈ ഓരോ പ്രോസസ്സിലും നമുക്ക് എഫിഷ്യൻസി ലോസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ട് ചെയ്യുക, പറ്റാത്തത് ഹൈഡ്രജൻ കൊണ്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ വിഴിഞ്ഞത്ത് അടുക്കുന്ന വലിയ ലാർജ് കണ്ടെയ്നർ ഷിപ്സ്, അത് ഇലക്ട്രിസിറ്റി കൊണ്ട് ഓടിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പം ക്രൂഡ് ഓയിൽ കൊണ്ട് ഓടിക്കുന്നു, ഇലക്ട്രിസിറ്റി കൊണ്ട് ഓടിക്കാൻ അത്രയും ഹ്യൂജ് ബാറ്ററി സ്റ്റോറേജ് പറ്റത്തില്ല. അവിടെ ഹൈഡ്രജന് പകരം അമോണിയ വെച്ചിട്ട് നമ്മൾ ഓടിക്കുന്ന ഒരു രീതി. ഹൈഡ്രജൻ്റെ തന്നെ അമോണിയയിലാണ് കൂടെയാണ് അത് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ലാർജ് ഷിപ്സ്, ലാർജ് ട്രക്സ്, ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു 1000 കിലോമീറ്റർ പോകുന്ന ട്രക്സ്, ഇതൊക്കെയാണ് നമ്മൾ ഹൈഡ്രജനിൽ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഒരു ഹൈഡ്രജൻ ഫാഷനായിട്ട് പറഞ്ഞിട്ട് ഈ യൂറോപ്യനിലൊക്കെ ഉള്ള ഈ പിന്നെ രണ്ടാം കിട, പണ്ട് നമ്മൾ വിൻഡ് എനർജിയെക്കുറിച്ച് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഡെൻമാർക്കിൽ നിന്ന് അവിടെ നിന്ന് കണ്ടം ചെയ്ത മെഷീനാണ് തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നത് പോലെ രണ്ടാം കിട അവിടെ നിന്ന് കണ്ടം ചെയ്യുന്ന ഇലക്ട്രോളൈസറാണ് ഇങ്ങോട്ട് ഇന്ത്യയിൽ കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു വളരെ ഗൗരവമായിട്ട് ഒരു നോക്കണം. ഹൈഡ്രജൻ ഫ്യൂൽ പുതിയതാണെന്ന് പറഞ്ഞ കൊണ്ട് കിട്ടുന്നതെല്ലാം വാങ്ങുന്നത് ശരിയല്ല. അപ്പോൾ ഹൈഡ്രജൻ അതിനൊരു പരിമിതിയുണ്ട്.
ഈ ലോകത്തെമ്പാടും ഇപ്പോൾ എനർജി സെക്യൂരിറ്റിയുടെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ബാസ്ക്കറ്റിനകത്ത് ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന പോലെ എനർജി ബാസ്ക്കറ്റിനകത്ത് ന്യൂക്ലിയർ, ഹൈഡ്രോ, വിൻഡ്, സോളാർ, ബാറ്ററി, ഹൈഡ്രജൻ ഇതെല്ലാം വന്നിട്ടാണ് വരുന്നത്. അതിന് ന്യൂക്ലിയറിൽ താങ്കൾ ചോദിച്ചതിനകത്ത് ഇപ്പോൾ ഈ പുതിയ സ്മോൾ മോഡുലാർ റിയാക്ടർ ഈവൻ പ്രൈവറ്റ് സെക്ടറിൽ പോലും അത് കൊടുക്കുകയാണ്. ഈ പ്രൈവറ്റ് സെക്ടറിനെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാട്. വൺസ് അവർ ഗവർണൻസ് ഈസ് സ്ട്രോങ്, പ്രൈവറ്റ് സെക്ടറിനെ ഭയക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ ഇത് പ്രൈവറ്റ് സെക്ടർ ഈ SMRൽ വരികയാണ്. സ്മോൾ മോഡുലർ റിയാക്ടർ എന്ന് പറയുന്നത് 250-300 മെഗാവാട്ട് വലിപ്പമുള്ള ചെറിയ റിയാക്ടേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും 100% ഫെയിൽ സേഫ് ആയിട്ടാണ് അതിൻ്റെ ഡിസൈൻ നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് സംശയം ചോദിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ റിയാക്ടറിന് ഒരു സ്പെസിഫിക്കേഷൻ, എൻ്റെ ഒരു ബഫർ സോൺ തിക്കലി പോപ്പുലർ, അപ്പോൾ കേരളത്തിൽ എത്രത്തോളം? ഇതൊരു 1.5 കിലോമീറ്റർ ബഫർ സോൺ ഉണ്ടെങ്കിൽ സ്മോൾ മോഡുലർ റിയാക്ടർ വയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിന് ഒരു സാധ്യത അവർ പറയുന്നത് സ്വാഭാവികമായിട്ടും കാസർഗോഡ് മേഖല, അല്ലെങ്കിൽ ഇവിടെ NTPC കായംകുളത്ത് ഓൾറെഡി ഒരു പ്രോജക്റ്റ് 350-ൻ്റെ വർക്ക് ചെയ്യാതെ കിടക്കുന്ന സ്ഥലത്ത് അവരൊരു പ്രപ്പോസലുമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിനെ ഞാൻ ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ അതിനൊരു ചർച്ച നമുക്ക് തുടങ്ങണം. അതിന് ചർച്ച ചെയ്യാനെങ്കിലും നമ്മൾ കോസ്റ്റ് വൈസ് ഓൾസോ ഇറ്റ് ഈസ് ഇന്ന് NTPCയുടെയും പിന്നെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ്റെയും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോടുകൂടി വരുമ്പോൾ കോസ്റ്റ് വൈസ് ഓൾസോ പിന്നെ അറ്റ് പാർ വിത്ത് ഓർ ലെസർ ദാൻ കോൾ എന്നുള്ള നിലയിൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാഫ്ത ബേസ്ഡ് പോലെ വലിയ കോസ്റ്റ് വരത്തില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കിയാൽ മാത്രമേ നമുക്കൊരു ഊർജ്ജ സുരക്ഷയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സെഷൻ അവസാനത്തോട് അടുക്കണം. 1-2 ചോദ്യങ്ങൾ കൂടി നമുക്ക് എടുക്കാം. 2 എക്സ്പെർട്സാണ്. 650 കിലോമീറ്റർ സീ കോസ്റ്റ് ഉണ്ട്. അവിടെ ഈ വിൻഡ് പവർ സ്റ്റേഷൻസ് ഉണ്ടാക്കിയിട്ട്, അത് മാത്രമല്ല ഈവൻ ഓഫ് ഷോർ ഓൾസോ യു ക്യാൻ ഇൻസ്റ്റാൾ. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഈ ഓഫ് ഷോർ വിൻഡ് പവർ നല്ല സാധ്യതയുണ്ട്. പക്ഷേ അതിനൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരു 50 മീറ്റർ വരെ എന്താ പറയുക സീ ബെഡ് അതിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇന്നത്തെ കോസ്റ്റ് നമുക്ക് ബെയറബിൾ അല്ല. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജിയുടെയും MNREയുടെയൊക്കെ സ്റ്റഡീസ് പറയുന്ന ഹരിപ്പാട് ആ സ്ഥലത്ത് അപ്പുറത്തോട്ടുള്ള സീ ബെഡിൽ ഒരു പരിധി വരെ അല്പ സാധ്യതയുണ്ടെന്ന്. പക്ഷേ കേരളത്തിൻ്റെ സംബന്ധിച്ച് ഇപ്പം ഡെൻമാർക്കിലും യൂറോപ്പിലും ഒക്കെ ഉള്ളതുപോലെ ഓഫ് ഷോർ വിൻഡ് ടർബൈൻസ് അത്ര എക്കണോമിക്കലല്ല എന്നുള്ളതാണ് നമ്മളെ ആദ്യ പഠനം സൂചിപ്പിക്കുന്നത്. ഊന്നുവടിയില്ലാതെ സോളാർ നടക്കാനായിട്ടുള്ള ഒരു ഇത് വന്നതുകൊണ്ട് നമ്മൾ സബ്സിഡി മാറ്റി. 3 കിലോവാട്ട് വരെയുള്ള പ്ലാന്റുകൾക്ക് ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് ഒരു സബ്സിഡി എന്നുള്ള നിലയിൽ 40% ഇപ്പം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. കമേഴ്ഷ്യലിന് സബ്സിഡി ഇല്ല. ഈ ഹോട്ടലിലൊക്കെ സോളാർ വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ KSEBിന്ന് കൊടുക്കുന്ന കറണ്ട് ബില്ലെന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 8 രൂപ, 9 രൂപ അല്ലെങ്കിൽ 11 രൂപ വരെ വരും. സോളാറിൽ നിന്ന് അവർക്ക് 4.5 രൂപയ്ക്ക് ഉണ്ടാക്കാം. അതിന് പുരപ്പുറ സ്പേസ് മാത്രം അവൈലബിൾ മതി. അല്ല വെളിയിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്സസ്സിൽ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത ഇന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സബ്സിഡി ഇല്ലാത്തത്. സബ്സിഡിയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ വീട്ടിൽ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ ഒരു വീട്ടിൽ ഒരു ബാത്റൂം ചെയ്യുന്നതിൻ്റെ ചിലവേ വരുള്ളൂ ആ വീട് എൻറ്റയർലി സോളാറിൽ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. ഒരു ഇടയ്ക്കൊന്ന് ചോദിച്ചിട്ട്, നമ്മൾ എത്ര കറണ്ട് ബില്ലുള്ളവർക്ക് സോളാർ വയ്ക്കുന്നതായിരിക്കും നല്ലത്? ഇപ്പം നോക്കുകയാണെങ്കിൽ 2 കിലോവാട്ട് മിനിമം വരുന്നത് നമ്മൾ കറണ്ട് ബില്ല്. അപ്പോൾ 2 കിലോവാട്ടിന് 120 യൂണിറ്റ് കിട്ടും. ഒരു ദിവസം 4 യൂണിറ്റ്, അങ്ങനെ 2 കിലോവാട്ടിൽ പിന്നെ 8 യൂണിറ്റ് 8 × 30 240 യൂണിറ്റ് കിട്ടും. അപ്പോൾ 240 യൂണിറ്റിൻ്റെ മുകളിൽ കറണ്ട്, അതായത് 200 യൂണിറ്റിന് മുകളിൽ പിന്നെ ഒരു മാസം വരുന്നവർക്ക് സോളാറിൽ പോകുന്നത് ലാഭമാണ്. അല്ലെങ്കിൽ രൂപയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 1500-1800 രൂപയ്ക്ക് മുകളിൽ പോകുന്നവർക്ക് സോളാർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ലാഭകരമാണ്. ഗ്രിഡിൽ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പം നമ്മളൊരു കൊമേഴ്സ്യൽ പർപ്പസ് നടത്തുന്ന ഒരാളാണ്. അപ്പം 40,000 രൂപയാണ് കടയുടെ റെൻ്റെങ്കിൽ 25,000 രൂപ നമുക്ക് കറണ്ട് ബില്ല് വരുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ട് നമുക്കത് പിന്നെ അതുപോലെയുള്ള കൊമേഴ്സ്യൽ പർപ്പസുകൾക്കൂടെ നമുക്ക് സോളാർ ഉപയോഗിക്കാനുള്ള പെർമിഷൻ തരികയും അതിൽ പെർമിഷൻ ഉണ്ട്. ഇപ്പം പെർമിഷൻ ഉണ്ട്. റൂഫ് ടോപ്പ് അവൈലബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് റൂഫ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. എൻ്റെ എൻക്വയറിയിൽ ഇതുവരെ അത് തെളിഞ്ഞിട്ടില്ല. ഇല്ല, ഉണ്ട്. ഇല്ല. KSEBിയുടെ അടുത്ത ഓഫീസിൽ പോയി അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ 1500ഓളം രജിസ്റ്റേർഡ് വെൻഡേഴ്സ് ഇന്ന് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പിന്നെ ഞാൻ അവൻ്റെ നമ്പർ തരാം. ഞാൻ പിന്നെ ഇത് 1500ഓളം പേര് നമുക്ക് നാട്ടിലുണ്ട്. അതൊരു റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ EV വണ്ടികളുടെ ചാർജിങ് പോയിന്റ്
നമ്മൾ ഈ നിങ്ങൾ അതിൻ്റെ ഒന്ന് അത് പ്രൈവറ്റാണ് ഇതാണ് കൂടുതൽ പോയിൻറ്റ്സ്. ഞാനിപ്പോൾ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഈ ഓടിക്കുന്ന ആൾക്ക് ടെൻഷനാണ്. നമ്മുടെ ആൾക്കാർ യൂസ് ടു അല്ലാത്തത് കൊണ്ടാണ്. ഞാനൊരു പ്രാവശ്യം രാത്രി ആലുവ കഴിഞ്ഞ മുട്ടം യാർഡിൻ്റെ അവിടെ രാത്രി 12 മണിയായി. അപ്പോൾ ഞാൻ വിചാരിച്ച ആരും എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയത്. നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രം വരണം. ഒരു മണിക്കൂറോടെ നിൽക്കേണ്ടി വന്നു. കാരണം അവിടെ 2 പോയിൻ്റ് അവിടെ 3 വണ്ടി ഓൾറെഡി കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ സോളാർ അടക്കം കൂടുതൽ വീട്ടിൽ ഉപയോഗിക്കണമെങ്കിൽ EV വണ്ടി എടുത്താൽ ലാഭമാണ്. പക്ഷേ EVക്ക് വേണ്ടിയുള്ള ചാർജിങ് കാര്യങ്ങൾ കൂടുതൽ ആക്സിലറേറ്റ് ചെയ്ത് കൂടുതൽ പ്രൈവറ്റ് കൊടുത്തു, എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ് ആയിട്ട് കൊടുത്തു കൂടുതൽ EV പോയിന്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് റിക്വസ്റ്റ് ഇവിടെ വെക്കുകയാണ്. വേവ് എനർജി നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ ഓഫ് ഷോർ പോലെയുള്ള കോസ്റ്റ്ലിയാണ്. നമുക്ക് എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള, നമുക്ക് 4 രൂപ കൂടുതൽ പവറിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് സാധിക്കാത്തത്. വിഴിഞ്ഞത്തുണ്ട്, കുറച്ചും കൂടെ ഇന്ന് ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഇതാണ്. പക്ഷേ വേസ്റ്റ് ടു എനർജി ഡെഫിനറ്റ്ലി ഒരു ഇതാണ്. അത് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ വേസ്റ്റ് ടു എനർജി പ്രോജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആൾക്കാരുടെ ഒരു പേടി, ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ഒരു പേടിയോ ഒരു ചെറിയൊരു പ്രശ്നം അതിനകത്തുണ്ട്. അത് ഇന്ന് വയബിളാണ്. ഇപ്പോഴത്തെ ഈ ന്യൂ ടെക്നോളജി, ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഓഫ് ഷോർ വിൻഡ് ആയിക്കോട്ടെ, വേവ് എനർജി ആയിക്കോട്ടെ, ടൈഡലിന് നമുക്ക് സ്കോപ്പില്ല. ഇതെല്ലാം ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പം അതൊക്കെ ഒരു കമേഴ്ഷ്യലായിട്ടുള്ള സ്കെയിലിലേക്ക് വന്നിട്ടില്ല. ആ വാണിജ്യപരമായ സ്കെയിലിലേക്ക് വരാത്തത് കൊണ്ട് നമുക്ക് ഇപ്പം എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് വളരെ വലിയൊരു വിലയാകും. ആ വില താങ്ങാനാവുന്ന ഒരു രീതിയിലല്ല നമ്മുടെ സമൂഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ റിസർച്ചും കാര്യങ്ങളും ശരിയാണ്. പക്ഷേ ഈ ഇപ്പം ബ്ലൂ എക്കോണമിയെ കുറിച്ചിട്ടൊക്കെ കുഫോസ് പോലെയുള്ള ഞങ്ങളുടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ദിവസം നടന്നേ ഉള്ളൂ. കുഫോസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഒരു അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ലോങ് വേ ടു ഗോ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ ഊർജ്ജത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ അത് കൂടുതൽ മറ്റ് വിഷയങ്ങളെക്കാൾ ഉപരി ഊർജ്ജത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങളും ചിന്തകളും ഉണ്ടാകണം എന്നാണ് ആഗ്രഹം. ശ്രീ ഹരികുമാറിന് അതുപോലെ ശബരിനാഥിനും ഇരുവർക്കും നന്ദി. ഊർജ്ജ സുരക്ഷിതമായ കേരളത്തിനായുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ പങ്കുവച്ച വിശിഷ്ടാതിഥികൾക്ക് നന്ദി.